സലീം അടവൂർ മുഖ്യമന്ത്രിയോട് ഒരു കാര്യം പറയണം താങ്കൾ. അതായത് ഈ തള്ളുമ്പോൾ കുറച്ച് മയത്തിലൊക്കെ തള്ളാൻ പറയണം. ഇപ്പോൾ അവസാനം പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ മേലെയാണ് കേരളം എന്നുള്ളതാണ്. ഇതൊക്കെ നാട്ടുകാർക്കറിയാലോ. ഇങ്ങനെ വാചക കസർത്ത് കൊണ്ട് പലരെയും കബളിപ്പിക്കാൻ സാധിക്കും. പക്ഷേ എന്നാലും വസ്തുതകൾ മറിച്ചല്ലേ. ഞങ്ങൾ തന്നെ ഈ സംവാദത്തിൻ്റെ ആമുഖത്തിൽ സ്ത്രീകളാണ് നിങ്ങൾ ഈ സ്ത്രീ ശക്തി അതുപോലെ സ്ത്രീ സുരക്ഷ എന്നൊക്കെ നാളേക്ക് 40 വട്ടം പറയുന്ന ആളുകളല്ലേ. സ്ത്രീകൾ പറയാണ് തൂറാനും പെടുക്കാനും പോലും സ്ഥലമില്ല, എന്നിട്ടാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. നാണമില്ലേ ഈ ഭരണകൂടത്തിന്, ഈ സർക്കാരിന്, ഇടതുപക്ഷത്തിന്? നിങ്ങൾ ഏതെങ്കിലും ഒറ്റപ്പെട്ട കേസുകൾ തെരയുന്ന തിരക്കിലാണ്. ഇത് ഞാൻ ഓർമ്മ വരുന്നത് 1991 കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായിട്ട് ചേലക്കാടൻ ആയിഷ എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ പിന്നോക്ക ഗ്രാമത്തിലെ സ്ത്രീ കോഴിക്കോട് മാനാഞ്ചിറയിൽ വെച്ച് പ്രഖ്യാപനം നടത്തിയപ്പോൾ അന്നത്തെ പത്രമാധ്യമം, അന്ന് ഈ ചാനലില്ല, പത്രങ്ങൾ പിറ്റേ ദിവസവും എല്ലാ പത്രങ്ങളും ശ്രമിച്ചത് എവിടെയെങ്കിലും പോയിട്ട് കണ്ണ് കാണാതെ വല്ല വിധേന ഇതിൽ നിന്ന് മുടങ്ങിപ്പോയ 100% എന്ന് വെച്ചാൽ അവര് അന്ന് കണക്കാക്കിയത് 100-ൽ 100 തന്നെ വേണമെന്നുള്ള നിർബന്ധ ബുദ്ധിയിൽ ഏതെങ്കിലും രോഗിയായി കിടക്കുന്ന ആളുകളെ തപ്പിപ്പിടിച്ച് ഇതാ ഈ ആൾക്ക് എഴുതാൻ അറിയില്ല, ഈ ആൾക്ക് വായിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലിശമായ വാദങ്ങൾ ഉന്നയിച്ച് ആ വലിയ നേട്ടത്തെ താഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചു. എന്തായി? കേരളം വിദ്യാഭ്യാസ രംഗത്ത് അധികം തുടർച്ചയായിട്ട് രാജ്യത്തിന് മാതൃകയായി. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കേരളത്തിലായിരുന്നു ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി കോട്ടയം, ആദ്യത്തെ ജില്ല എറണാകുളം, ആദ്യത്തെ സംസ്ഥാനം കേരളം. ഇതൊക്കെ നായനാർ മുഖ്യമന്ത്രിയും കെ ചന്ദ്രശേഖരൻ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ആ മന്ത്രിസഭ വലിയ രൂപത്തിൽ ജനകീയ പങ്കാളിത്തത്തോടു കൂടി നടപ്പിലാക്കിയതാണ്. അന്നും ഇതേപോലെ പരിഹാസമായി. ഇപ്പൊ ചാനലുകൾ കൂടെ വന്നു. അപ്പൊ നിങ്ങളൊക്കെ ഈ ജനറ്റി എന്ന് ഞാൻ വിചാരിച്ചു, ഇന്ത്യ ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയതിനെ ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നല്ല കാര്യം കേരളത്തിൽ നടന്നു എന്ന് നിങ്ങൾ പറയുമെന്നാ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇന്ത്യയിലല്ല എന്നുള്ളൊരു സത്യമാണോ ഇതൊക്കെ? സലീമാണോ താങ്കൾ നെഞ്ചു കൈവച്ച് പറഞ്ഞു? ഞങ്ങളിപ്പോ ഇന്നത്തെ ഞങ്ങളുടെ ഒരു അന്വേഷണത്തെ 3 ജില്ലകളിലുള്ള ചില കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. 3 ജില്ലകളിൽ സ്ത്രീകളടക്കമുള്ളവർക്ക് എന്താണ് പറയാനുള്ളത്, അവരുടെ ദുരിതങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി താങ്കളെ കേൾപ്പിക്കാം, വേണോ? അപ്പൊ അത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് അതിനെ ലാഘവത്തോടെ കാണാതെ, അതാണ് റിയാലിറ്റി, ദ റിയൽ സ്റ്റോറി ഓഫ് കേരള. മുഖ്യമന്ത്രി പറഞ്ഞ അമേരിക്കയുടെ മേലല്ല. അങ്ങനെ ഒരു മിനിറ്റ് ആ ഒരാളെ നിങ്ങൾ കണ്ടെത്തുമ്പോ നിങ്ങൾ അതോടുകൂടി വാർത്തക്ക് ആധികാരികത വരണമെങ്കിൽ ആ വാർഡിലെ മെമ്പർ ആരും ഒന്നും കൂടെ പറയണം. എന്നാലേ കാരണം കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, അതായത് ഈ സമിതിയിൽ കേരളത്തിൽ ഏതാണ്ട് എല്ലാ ഗ്രാമപഞ്ചായത്ത് മെമ്പേഴ്സ് 14,062. അതെ, ഞാൻ തടസ്സപ്പെടുത്തുമല്ല. ഹണി ബെഞ്ചമിൻ, കൊല്ലം കോർപ്പറേഷൻ മേയർ, അവരാണ് ആ വാർഡിലെ മെമ്പർ. അപ്പൊ അവരാണെങ്കിൽ ആ പറയട്ടെ ആ വാർഡിലെ മെമ്പർമാർ, അതായത് 14,062 വരുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മെമ്പർമാരുള്ള അവർക്ക് കൂടെ ഇതിന്റെ മേൽനോട്ട ചുമതലയുണ്ട് അവസാനത്തെ ആളെയും കണ്ടെത്താൻ. അങ്ങനെ വല്ല വീഴ്ചയും അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ള മെമ്പറോട് ഒരു അഭിപ്രായം ചോദിച്ചിട്ടായിരുന്നു നിങ്ങൾ വാർത്ത കൊടുക്കേണ്ടത്. നിങ്ങളൊരു വാർത്ത കൊടുക്കുമ്പോൾ പരസ്യമായിട്ട് പറയുമ്പോൾ എങ്ങനെ ഈ ഒരാള് ഇതിൽ നിന്ന് പുറത്തായി, എന്തുകൊണ്ട് നിങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് ചോദിക്കുന്നത് സെറ്റിട്ട് ചെയ്തതാണ്. പോരെ, ഞങ്ങൾ കുറച്ച് പേരെ, കുറച്ച് നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന കുറച്ച് പേരെ, അഭിനയിക്കുന്ന കുറച്ച് പേരെ സെറ്റിട്ട് അങ്ങ് ചെയ്തതാണ്. നിങ്ങൾ ഇത് ചെയ്യുന്നതിന്റെ മുമ്പ് ഇതിന് വ്യവസ്ഥാപിതമായ സംവിധാനം ഉണ്ടെന്ന്. ഞാൻ പറയുന്നത് തികച്ചത് ഇതിന്റെ മാസ്റ്റർ ടീം, ഒരു മിനിറ്റ് ഞാനൊന്ന് പറയാം എളുപ്പത്തില്. ഇതില് 100 അംഗ മാസ്റ്റർ ടീം, മുകളിൽ 680 RPമാര്, 1078 RP ലോക്കൽ സെൽഫ് ഇതിലുള്ള RPമാരുണ്ട്. പിന്നെ 4686 ERമാരുണ്ട്. അതേപോലെ തന്നെ 14,062 ലോക്കൽ പഞ്ചായത്തിന്റെ മെമ്പർമാരുണ്ട്. 1840 നോഡൽ ഓഫീസേഴ്സ്, 2 ലക്ഷം വാർഡ് സമിതികളുണ്ട്. അങ്ങനെ ധാരാളം 1010 വരുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. 50,000-ഓളം വരുന്ന എന്യൂമറേറ്റേഴ്സ് ഉണ്ട്. 1100 സൂപ്പർ ചെക്ക് സെല്ലായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അതിന് പുറമെ FGDകൾ എന്ന് പറയുന്ന ആയിരക്കണക്കിന് ആളുകൾ പ്രവർത്തിച്ചൊരു സംവിധാനമാണ്. ഈ സംവിധാനത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് കണ്ടെത്തി അവസാനത്തെ ആളെയും കണ്ടെത്തി ഈ കണക്കുകൾ തയ്യാറാക്കേണ്ടതിൽ ഏതെങ്കിലും ഒരു വാർഡിലെ മെമ്പർക്കോ അല്ലെങ്കിൽ ഈ സമിതിയിലെ ആൾക്കാർ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി അവരാണ് അതിന്റെ ഉത്തരവാദി, അവരോട് ചോദിക്കേണ്ടത്. നിങ്ങൾ ആദ്യം
ഞാൻ പറയട്ടെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപന സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്നതിന് മുമ്പ് എല്ലാ മെമ്പർമാർക്കും വാർഡ് സമിതികൾക്കും ജാഗ്രതാ നിർദ്ദേശം കൊടുത്തുകൊണ്ട് അവസാന താളെയും കണ്ടെത്തുകയും അവരൊക്കെ തന്നെ അവർക്ക് ഉപജീവന മാർഗം കൊടുക്കുന്നു, അവർക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് ആളുകളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുന്നു. അങ്ങനെ 64,000-ഓളം വരുന്ന കുടുംബങ്ങളിൽ നിന്ന് 64,000-ഓളം കുടുംബത്തിൽ നിന്ന് ഏതാണ്ട് 1,00,000-ൽ പരം ആളുകളെ ഇങ്ങനെ 1,00,000-ൽ പരം ആളുകളെ ഈ രൂപത്തിൽ ആളുകളെ മാറ്റിയ സമയത്ത് 64,006 കുടുംബത്തിൽ നിന്ന് 1,03,99 ആളുകളെ ഇങ്ങനെ മാറ്റുന്ന ഒരു പ്രക്രിയയിൽ ഏതെങ്കിലും ഒരു വാർഡിൽ ഒരാൾ മിസ്സായിട്ട് നിങ്ങൾക്ക് അല്പം ആത്മാർത്ഥമായിട്ടാണ് വാർത്ത ചെയ്യുന്നതെങ്കിൽ, ആത്മാർത്ഥമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ, നേരെ സംസ്ഥാന ഗവൺമെന്റ് ഇതൊക്കെ ഇത്രയും കൃത്യമായി ചെയ്യുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ പദ്ധതിയിൽ നിങ്ങൾ ഈ വാർഡിലുള്ള ആളെ സമയത്ത് എന്തുകൊണ്ട് കാണിച്ചു കൊടുത്തില്ല? നിങ്ങൾക്ക് ഇവിടെ വീഴ്ച പറ്റിയെന്ന് നിങ്ങളെ ചാനൽ വൈക്ക് ആദ്യം കാണിക്കുന്നത് അവിടുത്തെ ഈ മെമ്പർ ആരാണ്, അയാൾ വിശദീകരണം എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ പേര് പറഞ്ഞാൽ പോരാ, പേര് ഇവിടെ വെച്ച് പറഞ്ഞാൽ പോരാ. നിങ്ങൾ അല്ലല്ലേ പറയട്ടെ, നിങ്ങൾ ഇവിടെ വെച്ച് അല്ല, നിങ്ങൾ ആ വാർത്ത കേട്ട ഉടനെ ഒന്നാമത്തതിന്റെ റെസ്പോൺസിബിലിറ്റി ആ വാർഡിലെ മെമ്പർക്കാണ്. അപ്പൊ നിങ്ങൾ ആ വാർഡിലെ മെമ്പറെ നേരെ കണ്ടെത്തിയിട്ട് ആ വാർഡിലെ മെമ്പറെ കണ്ടെത്തിയിട്ട് അയാളോട് മൈക്ക് ചോദിക്കണം, എവിടെ എന്താ നിങ്ങൾക്ക് പറ്റി ഈ ആള് ജിതിന്റെ മേയറല്ലേ? മേയറാണ്. ചോദിക്കാൻ പറ്റില്ലെന്നേ. ഈ പ്രഖ്യാപനത്തിൽ പങ്കെടുക്കാൻ മേയറാണ്. ഈ പ്രഖ്യാപനത്തിൽ പങ്കെടുക്കാൻ മേയർ തിരുവനന്തപുരത്ത് പോയോ? പിന്നെ എങ്ങനെയാണ് ജനൻ ടി വി ചോദിക്കുക? അതെ ഫോണിൽ വിളിച്ചൂടെ? അല്ല അതൊക്കെ എന്തൊരു കാര്യമാണ് പറയുന്നത്? എന്തായാലും ഈ പറഞ്ഞു നിങ്ങൾക്ക് ഫോണിൽ വിളിച്ചൂടെ? തിരുവനന്തപുരം കൊല്ലം മേയറെ വിളിച്ചാൽ നിങ്ങൾ കൊല്ലം കേരളത്തിലെ ഇത് വളരെ കൃത്യമായിട്ട് ഒരു പദ്ധതി നടപ്പിലാക്കിയതിൽ വീഴ്ച ഓക്കെ, ഞാൻ അതിനൊന്നും നിങ്ങളെ പാടരുത്. നിങ്ങൾ ഈ ആത്മവിശ്വാസമൊക്കെ നല്ല അടിയിൽ തകർക്കാൻ കഴിയും, അതൊക്കെ നോക്കുക, ആയിക്കോട്ടെ. നിങ്ങൾ ചെയ്യേണ്ട സാമാന്യ മര്യാദ, ഒരു വാർഡിൽ ഒരാൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി വാർഡ് മെമ്പറും അവിടുത്തെ സമിതിയുമാണ്. സംസ്ഥാന ഗവൺമെന്റ് പൂർണ്ണമായിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ പദ്ധതികൾ പൂർത്തീകരിച്ചു. ഒരു സംശയം ജിതിൻ ചോദിച്ചു. ഒരു സംശയം, ശ്രീ സലീം വടവൂർ, ഈ പറഞ്ഞ ഈ 64,006 കുടുംബങ്ങളെ കണ്ടെത്താൻ, ഈ ഫിൽട്രൈസേഷൻ ചെയ്ത് 64,006 കുടുംബങ്ങളെ കണ്ടെത്താൻ നിങ്ങൾ നടത്തിയ ഒരു സർവേ ഉണ്ടല്ലോ, ഈ സർവേയുടെ പേരെന്താ? അല്ല, അത് കേരളത്തില് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നേരത്തെ നീതി ആയോഗ് കണ്ടെത്തിയ 8% കേരളത്തില് നേരത്തെ 2000 ഞാൻ എഴുതി വെച്ചിരുന്നു, കുറച്ച് വൈകിയാണ് ചർച്ചയ്ക്ക് എത്തി, എനിക്ക് നോട്ട്സ് പെട്ടെന്ന് തയ്യാറാക്കുന്നതിലുള്ള താമസം വന്നു, അതുകൊണ്ടാണ്. കേരളത്തിലെ നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം നേരത്തെ 1970-കളിൽ കേരളത്തിലെ ഗ്രാമങ്ങളിൽ 90.75% അതിദരിദ്രരും, നഗരങ്ങളിൽ 88%. ചോദ്യം സിമ്പിൾ വേണ്ട, പറയൂ. നീതി ആയോഗ് അല്ല, നീതി ആയോഗ് സർവേയുടെ പേര് പോവർട്ടി ഇൻഡെക്സ്, MBA ഇൻഡെക്സിന്റെ ബേസിൽ ചെയ്തിട്ടാണ് സർവേ. ഞാൻ ചോദിക്കുന്നത്, ഈ 64,006 കുടുംബങ്ങളെ കണ്ടെത്താൻ നിങ്ങൾ നടത്തിയ സർവേയുടെ പേരെന്തോ? ഒറ്റ വാക്കിൽ ഉത്തരം പറയൂ. സർവേയുടെ പേരെന്താ? എനിക്കത് പഠിക്കാൻ വേണ്ടി അക്കാഡമിക് ഇൻട്രസ്റ്റ് ആണ്. പറയൂ. ഞാനത് പറയട്ടെ. നിങ്ങൾ ഇടയ്ക്ക് കയറി ഇവിടെ നീതി ആയോഗ് 2022-23 0.48% ആളുകളാണ് കേരളത്തിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള. നിങ്ങൾ ഇതിന്റെ വിശ്വാസ്യത നോക്കുക ആദ്യം. അപ്പൊ 1,72,800 ആളുകള് അല്ല പറയട്ടെ. നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം നിങ്ങൾ അതിന്റെ നിങ്ങൾക്ക് ഈ സത്യം 1,00,000 അങ്ങനെ ചോദ്യം ചോദിച്ച് പഠിപ്പിക്കാൻ ഞാൻ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പറയാം. നിങ്ങൾ എന്താ ചോദ്യം? നിങ്ങളാണ് ഇടപെടുന്നത്. ഞാൻ പറയുന്നത് ഒരു നീതി ആയോഗിന്റെ കണക്ക് പറഞ്ഞോളൂ. 2022-23 നീതി ആയോഗ്, കേന്ദ്ര ഗവൺമെന്റിന്റെ നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം 0.48% ആണ് കേരളത്തിൽ അതിദരിദ്രരായ ആളുകളുള്ളത്. അത് പ്രകാരം അന്നത്തെ നമ്മുടെ ജനസംഖ്യ കണക്കാക്കിയാൽ 1,72,800. ഇതാണ് നമ്മൾ അതിന്റെ പിന്നീടുള്ള കണക്ക് പ്രകാരം 64,006 കുടുംബങ്ങളിൽ നിന്ന് ഇതിൽ നിന്ന് 1,03,099 ആളുകളെ നമ്മൾ ഇതിൽ നിന്ന് കണ്ടെത്തുകയാണ്. അവരെയാണ് നമ്മൾ വിവിധ പദ്ധതികളിലൂടെ അതിൽപ്പെട്ട ആളുകൾക്ക് വേണ്ട, അതായത് ഇതിന്റെ കണക്ക് നിങ്ങൾ ഏത് സർവേ ചോദിച്ചാലും കേരളത്തിൽ ഇത്രയും ബൃഹത്തായ ഒരു സർവേ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ടീമില്ലേ, ഈ ടീമാണ് ആളുകളെ കണ്ടെത്തി പരിശോധന നടത്തി അവസാന താളിൽ
ഈ രംഗത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് അവരൊക്കെ തന്നെ ഈ അതിദാരിദ്ര്യ മേഖലയിൽ നിന്ന് മുക്തരാവാൻ വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ചത്. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് കേൾക്കൂ, നിങ്ങൾ ഇതൊന്നും അറിയാതെ വെറുതെ എന്തെങ്കിലും പറയരുത്. നോക്കുക, കുടുംബശ്രീ വഴിക്ക് അതായത് 4300 തുക, അത് തൊട്ട് 4677 വീടുകൾ, 2713 ആളുകൾക്ക് ഭൂമി കൊടുത്ത് വീട് കൊടുത്തു. വീടുകൾ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി 1 ലക്ഷം കൊടുക്കാൻ പറ്റുന്നത് 2 ലക്ഷമാക്കി കൊടുത്തു. അതേപോലെ തന്നെ ആളുകൾക്ക് 28 ഏക്കർ ഭൂമി ഇതിന് സംഭരിച്ചു. 2.03 ഏക്കർ സൗജന്യമായി ഭൂമി വാങ്ങി. 4394 ആളുകൾക്ക് വരുമാനമുള്ള സംവിധാനം ഉണ്ടാക്കി. അതേപോലെ തന്നെ കുടുംബശ്രീ വഴിക്ക് 822 അല്ല, ഈ സർവേയുടെ പേര് എന്നോടല്ല ചോദിക്കുന്നത്. എന്തിനാണ് ഈ മനുഷ്യരെ പറ്റിക്കുന്നത്? സർവേയുടെ നിങ്ങൾ ഈ വായിക്കുന്നത് മൊത്തം എന്റെ ഉണ്ട്. നിങ്ങൾ സർവേയുടെ ഒരു സാധാരണ ചോദിക്കണം, എന്താണ് പേരില്ലേ? ചോദ്യോത്തര പരിപാടിയല്ല, ഇത് ചോദ്യോത്തര പരിപാടിയല്ല. 5132 ആളുകൾക്ക് റേഷൻ കാർഡ്, 5583 ആളുകൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് സൗജന്യം കൊടുക്കുന്നു. അല്ല സലിം മടവൂർ, ഇന്ന് എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ നാട്ടുകാർ വായിച്ചതാണ്, പ്രേക്ഷകർ വായിച്ചതാണ്. സലിം മടവൂർ, നിങ്ങൾ കൊടുക്കൂല. സലിം മടവൂർ താങ്കൾ ആവർത്തിക്കുന്ന സലിം മടവൂർ ഒരു കാര്യം ഒറ്റക്കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളെ ചാനൽ ഇത് കൊടുക്കൂല. അപ്പൊ ആൾക്കാർ കേൾക്കാം, നിങ്ങളെ പ്രേക്ഷകർ കേരളത്തിൽ എന്താ നടക്കുന്നത് ജനം ടി വി കാണുന്ന ആളുകൾക്ക് നിങ്ങളുടെ പത്രം ഒരു ചോദ്യം കൂടി ഒരു കാര്യം ജനം ടി വി മാത്രം കാണുകയും അതേപോലെ തന്നെ BJPയുടെ പത്രവും വായിക്കുന്ന ആളുകൾക്കും വിവരം അറിയണമല്ലോ കാര്യങ്ങൾ ഇവിടെ കേരളത്തിൽ എന്താ നടക്കുന്നത്. അതിനുവേണ്ടി ഞാനൊന്ന് വായിച്ചു. വിവരം വെക്കണമെങ്കിൽ കൈരളി ദേശാഭിമാനിയും കാണണം. ഓക്കെ, ശരി. കേരളത്തിൽ കഴിഞ്ഞ 3 വർഷക്കാലമായി ഭൂരഹിത ഭവനരഹിത ലിസ്റ്റിൽ നിന്ന് വീടുകൾക്ക് തുക അനുവദിക്കുന്നില്ല. സലിം മടവൂർ, കൊല്ലം ജില്ലയിൽ ഇപ്പോൾ ഒരാൾ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചില്ലേ, കൊല്ലം ജില്ലയിൽ നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിൽ മാത്രം 100-ൽ കൂടുതൽ കുടുംബങ്ങളുണ്ട്. ലിസ്റ്റിൽ ഭൂമിയില്ലാത്ത വീടില്ലാത്ത കുടുംബങ്ങൾ. ലിസ്റ്റ് ഞാനിപ്പോൾ അയച്ചു തരാം എന്ന്. നോക്കൂ, ഇതാണ് അവസ്ഥ. ഇതാണ് റിയൽ കേരള സ്റ്റോറി. അല്ലാതെ പിണറായി വിജയൻ പറഞ്ഞ പോലെ അമേരിക്കയുടെ മേലെയാണ് കേരളം എന്നുള്ളതല്ല. അല്ല ഇപ്പൊ നിലവിൽ കേരളത്തില് വീടില്ലാത്ത ആളുകള്, ഭവനരഹിതരായ ആളുകളില്ല എന്ന് നമുക്ക് തീർത്ത് പറയാം. ഞാനൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് മറ്റന്നാള് ഞാൻ 1 മിനിറ്റ് വന്ദേ ഭാരതില് ഞാൻ നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് അയച്ചു തരാം. താങ്കൾ ഇങ്ങോട്ട് വാ, ഞങ്ങൾ നമുക്ക് ക്യാമറേറ്റർ ഇറങ്ങാം. 4,70,000 ആളുകൾക്ക് വീട് കൊടുത്തു 5 വർഷം കൊണ്ട് ഈ ഗവൺമെന്റ്. അതിൽ തന്നെ 1,50,000 ആ കൊല്ലത്തെ ആ വൃദ്ധ അവര് പറയുന്ന അവർക്ക് വീടില്ല, ഭൂമിയില്ല, ഒന്നുമില്ല. അവർക്ക് ഒരു മിനിറ്റ് അവർക്ക് എന്തുകൊണ്ട് വീട് നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് നിങ്ങളുടെ സാമാന്യ നീതി എന്ന് പറയുന്നത്, നിങ്ങൾ അവിടുത്തെ പഞ്ചായത്ത് അവിടുത്തെ കോർപ്പറേഷനിലെ കൗൺസിലർ മേയറാന്ന് പറയും അവരോട് നിങ്ങൾ എന്തുകൊണ്ട് ഇവർക്ക് ഇത് സംഭവിച്ചെന്ന് ചോദിച്ചൊരു ഉത്തരം വാങ്ങാനുള്ള ഒരു സാമാന്യ രീതി നിങ്ങൾ കാണിക്കണം. അതെനിക്ക് പറയാനുള്ളത്. ഓക്കെ.